ഹായ് ഗൈസ്. അപ്പോൾ അവരെല്ലാം ഓൾറെഡി ഒരുങ്ങി വെളിയിൽ നിൽപ്പുണ്ട്. ഞാനിവിടെ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലിയച്ചേട്ടൻ ചോറൊക്കെ കഴിക്കാതെ സമരത്തിലാണ്. ലിയച്ചേട്ടാ പോയിട്ട് വേഗം വരട്ടോ. അപ്പോൾ നീയുണ്ട്, ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, മമ്മിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ എവിടെ പോണേ? മീൻമുട്ടിയോ പലരുവിയോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. അവിടെ പോവാം. എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെ പോവാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചാടി റെഡിയായി പോവാം. അപ്പോൾ എൻ്റെ ഉടുപ്പ് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തത്. ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ നീയായിട്ട് ട്രിപ്പ് പോവാ. അവരെല്ലാം പുറത്ത് വണ്ടിയൊക്കെ തട്ടുന്നു. അപ്പം ഞാൻ നീങ്ങ് പോകുന്നു. അവിടെ നിന്ന് പണിയെടുക്കേണ്ടി വരും. എന്നിട്ട് ഞാൻ നീങ്ങ അകത്തോട്ട് പോരാ. ലിപ്സ്റ്റിക് എല്ലാം കൂടെ വെച്ച് താഴെയാക്കി തന്നു. താങ്ക് യു. താത്ത പോവാ കോയ്സ്, എല്ലാരും താത്ത പോവാ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദൂരെ കാണുന്ന നമ്മുടെ ജഡായിപ്പാറ, എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത കേട്ടോ. ഞാനിവിടെ ആകെ 2 തവണ പോയിട്ടുള്ളൂ. കാരണം കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഒടുക്കത്തെ ഫീ ആണ് അവിടെ കേട്ടോ. ഞാൻ യാത്രയൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീക്കൊക്കെ മുന്നേ സ്കിന്ന് നല്ലപോലെ പ്രെപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാം. ആദ്യമേ ഞാൻ ഐസ് വാട്ടറിൽ ഫേസൊക്കെ കഴുകി എന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഓക്കെ, ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഈ ഉള്ള ഞാനും പഴയ ഞാനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം അന്ന് എനിക്ക് നല്ല പോലെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വർക്ക് പരമാവട്ടെ പേഴ്സണൽ പരമാവട്ടെ മൊത്തത്തിൽ പ്രശ്നം. എന്നാൽ അതൊക്കെ മാറുമല്ലോ എന്ന് കരുതി എല്ലാവരും പോലെ ഞാനും EMIയും ലോണുകളും എടുത്തു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ എടുത്ത സാധനമൊക്കെ എനിക്ക് അതിലും വലിയ പണിയായി. സാലറി വരുന്നു, EMI അടയ്ക്കുന്നു, സാലറി വരുന്നു, EMI അടയ്ക്കുന്നു. അങ്ങനെ മൊത്തം ആ ഒരു സർക്കിളിലായിപ്പോയി. അപ്പോൾ ലൈഫിൽ ഡ്രീം എന്താ അങ്ങനൊന്നും ചിന്തിക്കാനുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചുറ്റിനുള്ളവരുമൊക്കെ കാറ് വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, ട്രിപ്പ് പോകുന്നു, അങ്ങനെ മൊത്തം അടിച്ചു പൊളി. ഞാൻ മാത്രം എവിടെയാണോ നിന്നത് അവിടെ തന്നെ EMI ഒക്കെ അടച്ച് അങ്ങനെയേ പോകുക. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ആസ്ട്രോടോക്ക് ആപ്പിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യമേ ഞാൻ വിചാരിച്ച് ഇതൊക്കെ എന്താവും അറിയില്ലല്ലോ. ആദ്യമേ ഞാൻ അതിലോട്ടൊന്നും ട്രസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഇത്രയൊക്കെ എന്തായാലും അതിൽ ഒരു കാര്യം എനിക്ക് റെഡി ആവുന്നില്ലല്ലോ എന്ന് കരുതി ഞാനപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും യൂസാക്കി ആസ്ട്രോടോക്ക്. അപ്പോൾ അതിൽ ഒരു ഗായത്രി എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജറുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞുള്ളൂ. ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം ഞാൻ അങ്ങനെ അത്രയും പറഞ്ഞുള്ളൂ. അപ്പം തന്നെ എന്നോട് ഇങ്ങോട്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എനിക്കിപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങളാണ്, ഞാൻ സ്റ്റേബിൾ അല്ല, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്യൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഞാൻ ഇത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പം പിന്നെ ഇതൊക്കെ എങ്ങനെ ഇവർക്കറിയാം? ആ ഒരു സാധനമായി. അങ്ങനെ പതുക്കെ ഞാനും അതിനകത്ത് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ ചെയ്തതിലൊരു നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു അത്. കാരണം എനിക്ക് അവർ പറഞ്ഞു തന്ന റെമഡീസും സൊല്യൂഷൻസും ഒക്കെ ഞാൻ ചെയ്തേ പിന്നെ പതുക്കെ എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങി. ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ തുടങ്ങി. EMI ഒക്കെ മാറി. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത്. ഒരു വീട്ടിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ളത്. ആൻഡ് അത് എനിക്ക് അച്ചീവ് ചെയ്യാനും പറ്റി. അത് പതുക്കെ ഞാൻ എല്ലാം ശരിയായി തുടങ്ങിയതും മനസ്സിലാക്കി തുടങ്ങിയതും. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷം നൽകിയ ആ ഒരു സംഭവം. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഫിനാൻഷ്യലി പ്രശ്നങ്ങളാവട്ടെ,
കരിയർ സംബന്ധമാവട്ടെ, റിലേഷൻ ആവട്ടെ, ഫിനാൻഷ്യൽ ആവട്ടെ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ആപ്പ് സജസ്റ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഈ ആപ്പിൽ ഫസ്റ്റ് ആയിട്ട് ഫ്രീ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആസ്ട്രോടോക്കിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡൗൺലോഡ് ചെയ്താൽ മതി, നിങ്ങളും ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഏകദേശം ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായിട്ടായിരിക്കും. ഓക്കെ, എന്നിട്ടൊന്ന് ഉണങ്ങി സെറ്റായിരിക്കും നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. സാധാരണ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഞാൻ എപ്പോഴും ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്യത്തുള്ളായിരുന്നു. എവിടെ പോയാലും ബിരിയാണി കഴിക്കുക, കാറിൽ കയറുക, അങ്ങനെ കിടന്ന് ഉറങ്ങുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി മാറി, നേരെ ഊണ്, മോര് കറി, മീൻ വറുത്തതും ആ ഒരു സെറ്റപ്പ്. എനിക്കതാ ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നേരെ യാത്ര തുടങ്ങി. അപ്പോഴത്തേക്ക് നീയും ഫുഡൊക്കെ കഴിച്ച് നീ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവളും സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പോയി പിന്നെ എല്ലാം ഏറ്റങ്ങളും കാടും അങ്ങനെ മൊത്തമായിട്ടുള്ള വഴിയായി. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഞാനും പടവായി. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ച് എണീപ്പിച്ച്, ഈ ഉറക്കമൊക്കെ നിർത്തുമെന്ന് പറഞ്ഞ് എന്നെ എണീപ്പിച്ച് നമ്മുടെ സുമതി വളവില്ലേ, ആ ഒരു സ്ഥലം എത്തി. ആ സുമതി വളവിൻ്റെ ആ ഒരു ഇത് തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ ഫുള്ള് ക്യാമറയാണ്. ഫുള്ളെന്ന് വെച്ചാൽ ഞാൻ കുറേ എണ്ണി, എങ്ങനെ പോയാലും ഒരു 10-15 എണ്ണത്തിൽ കൂടുതൽ ആ മൊത്തത്തിലൊരു വഴി തീരുന്ന വരെ. ഇത് കുറേ വളവുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല അതിനകത്ത് ഏത് വളവാണ് കറക്റ്റ് സുമതി വളവെന്ന്. കുറേ വളവുണ്ട്, ആ കുറേ വഴി മൊത്തം ഇങ്ങനെ തന്നെയാണ്, നിറയെ ക്യാമറയുണ്ട്. ഞാൻ പണ്ട് ഈ വഴി കൂടെ വന്നത്, അന്നൊക്കെ ഞാൻ കിടന്ന് ഉറക്കമായിട്ട് ഞാൻ അധികം ഇതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു ബോധമുള്ള സമയത്താണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇത് പിന്നെ നീയുടെ പാവയായിട്ട് ഇത് അവിടെ കൊണ്ടുപോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റത് ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ വിചാരിച്ച് ബിരിയാണി കഴിച്ചാൽ ഇത്രയും ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ അല്ല, ചോറൊക്കെ നല്ല പോലെ കഴിച്ച് കഴിഞ്ഞാൽ അത് അതിലും കൂടുതലായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറേ യാത്ര കഴിഞ്ഞ് നമ്മളുടെ പൊന്മുടി അടുക്കാറായി. KSRTC ബസ്സും കുറേ വണ്ടികളും ബ്ലോക്കും ഒക്കെ അപ്പോഴത്തേക്കും തുടങ്ങി. പിന്നെ നമ്മുടെ തേയിലത്തോട്ടവും കാണാൻ തുടങ്ങി. പിന്നെ ദേ ഇതിൻ്റെ മണ്ടയിൽ മയിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടോ, അതിൻ്റെ ആ സൈഡിലായിട്ടുണ്ട് മയിലൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനെ പണ്ട് ഞാൻ ഇവിടെ ചെന്ന സമയത്ത് ഇവിടെ തണുപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് പെരുവയിലടിച്ച് പിന്നെ പുകഞ്ഞായിരുന്നു ഞങ്ങൾ വന്നത്. ഈ പ്രാവശ്യം അതേ എക്സ്പെക്റ്റേഷൻ ഉള്ളായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര ചൂടൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഭയങ്കര തണുപ്പായിരിക്കും പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അത്ര തണുപ്പില്ലെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ നമ്മൾ 2 വീലറിലൊക്കെ പോകുമ്പോഴായിരിക്കും കേട്ടോ നല്ല വ്യൂ കിട്ടുന്നത്. കാറിൽ പോയാലും അത്ര വ്യൂ കിട്ടില്ല, പിന്നെ ബസ്സിൽ പോയാലും നല്ല വ്യൂ കിട്ടും. പിന്നെ ഇവിടെ നിറയെ മാഗി കടകളുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ ഞങ്ങളൊന്നിലും കയറിയില്ല, കാരണം നമുക്ക് നേരെ അവിടെ എത്തി. അവിടെ ഒരു സമയമാകുമ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കുന്നത് നിൽക്കും. അവിടെ ഞങ്ങൾ പോയപ്പോൾ ഒരു കടയിലും കയറില്ല, തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് വെച്ച്. പിന്നെ നീയെ വീണ്ടും ഉറങ്ങി എണീപ്പോഴത്തേക്കും എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ടോ എൻ്റെ അടുത്തോട്ട് വന്നത്. ഈ വെയിലൊക്കെ കൊള്ളുന്നുണ്ടെങ്കിലും ഈ വെയിലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വെയിലാണ് കറക്കാൻ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇത് സീസൺ ടൈം അല്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച അധികം ആളൊന്നും കാണത്തില്ല, എല്ലായിടത്തും ഓടി നടക്കാമെന്ന്. പക്ഷേ ഉണ്ടല്ലോ, നിറയെ ആളുണ്ടായിരുന്നു. സീസൺ അല്ലാഞ്ഞിട്ട് പോലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വലിയ തണുപ്പൊന്നും അടിക്കുന്നില്ല. നീയൊക്കെ എങ്ങാനും അടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നീയനെ പുതപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പണ്ട് പോയപ്പോഴും ഈ ഒരു ആടിൻ്റെ സംഭവം കണ്ടിട്ടുണ്ട്. എന്താ അവിടെ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. പിന്നെ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പോയത് കേട്ടോ. അതുകൊണ്ട് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇതിൻ്റെ ആ കുന്നിൻ്റെ മണ്ടയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വലിഞ്ഞു പിടിച്ച്. നല്ല രസം, ഈ ഓരോ ഇടത്ത് കയറാൻ പറ്റാത്ത ഇടത്തൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുന്ന അന്ന് നല്ല രസമായിരുന്നു. ഇപ്പം അതിനൊന്നും പറ്റത്തില്ല. കണ്ടോ, ദൂരെ ആൾക്കാർ വരുന്നുണ്ട്. അത് ഓരോ ഇടത്ത് അവരിങ്ങനെ ട്രക്ക് ചെയ്തൊക്കെ പോകാൻ നല്ല രസം ഇവിടെ. പിന്നെ നീ ഇങ്ങനെയുള്ള ഇടത്തൊക്കെ ആദ്യമായിട്ട് വരുന്നുണ്ട്. നീക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാറ്ററി ഓഫായി. ഇവിടെ പിന്നെ ക്ലൈമറ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഞങ്ങൾ പണ്ട് വന്നത് നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത്, അപ്പം നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ നേരം നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെയിലൊക്കെ വെയിൽ സത്യം പറഞ്ഞാൽ കൊള്ളുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തലവേദനയൊക്കെ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ യാത്രയായി.
അങ്ങനെ നമ്മൾ താഴെ വന്ന് അവിടെ നല്ല ചൂട് ഏത്തക്കപ്പം കഴിച്ച് പിന്നെ മാഗി അടിപൊളിയായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ യാത്രയായി. അങ്ങനെ നമ്മൾ കാടിൻ്റെ വഴിയെല്ലാം കഴിഞ്ഞ് താഴെ വന്നപ്പോഴേ ഇവനെ കണ്ടത്. ഇവനെന്തോ ഒരു ബ്രീഡിൻ്റെ പേരുണ്ട് കേട്ടോ, എനിക്ക് ആ പേരല്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ടോ ഇവനെ കാണാൻ. ഭയങ്കര മുഖമൊക്കെ നീണ്ടിട്ട് സൂപ്പർ. ഇത് നമ്മുടെ നാടൻ ബ്രീഡല്ല, അത് വേറെന്തോ, പക്ഷേ എനിക്ക് പേര് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ പൊന്മുടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ.